എക്സസൈസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സമയമില്ല, എനിക്ക് നല്ല ക്ഷീണമാണ്, മടിയാണ്, പുറത്ത് നല്ല മഴയാണ്, ചൂടാണ് എന്നൊക്കെയുള്ള പലതരം എക്സ്ക്യൂസസ് നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനുവരി മാസം എക്സസൈസ് ഓരോന്ന് ചെയ്തു തുടങ്ങിയിട്ട് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ തന്നെ അതൊക്കെ മറന്ന് റെസൊല്യൂഷൻസ് ഒക്കെ ഒരു മൂലയ്ക്ക് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയി ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്ന് ഡിറ്റർമിൻഡ് ആയിട്ട് ഓരോ 30-day ചാലഞ്ച് 90-day ചാലഞ്ച് ഒക്കെ തുടങ്ങി. പക്ഷേ ലൈഫ് ബിസി ആയപ്പോഴും എക്സസൈസിന് ലോ പ്രയോറിറ്റി കൊടുത്ത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 10 ways to stop procrastination to do exercise. Number 1, find the fitness activity you like. എക്സസൈസ് എന്നാൽ ജസ്റ്റ് വാക്കിംഗ് ഓർ ജിമ്മും മാത്രമല്ല. സോ ഇൻ കേസ് എക്സസൈസിന്റെ ലോകത്ത് നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പലതരം ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാം. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഫസ്റ്റ് തന്നെ കാർഡിയോ, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസ് എന്നൊക്കെ ഒരുപാട് ഇട്ട് മൈൻഡിനെ അങ്ങ് കുഴപ്പിക്കാതെയും പിന്നെ ഒരുപാട് ഹാർഡ് ഗോൾസ് ഒന്നുമില്ലാതെയും ജസ്റ്റ് ഒരു ഫൺ ആക്ടിവിറ്റി പോലെ മനസ്സിൽ വിചാരിച്ച് പലതും ട്രൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, റണ്ണിങ്, ജിമ്മ്, സൈക്ലിംഗ്, യോഗ, സ്വിമ്മിങ്, ഡാൻസിങ്, ഹൈക്കിംഗ്, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇഷ്ടമുള്ള പോലെ തോന്നുന്നത് ആ ആക്ടിവിറ്റി ചൂസ് ചെയ്ത് അത് ഫ്യൂ മന്ത്സ് ചെയ്യാം. അതിനുശേഷം പതുക്കെ നമുക്ക് ഓരോ ഗോൾസ്, പ്ലാൻസ് ഒക്കെ ഇട്ട് ട്രെയിനിങ്ങും ചാലഞ്ചസും ഒക്കെ സെറ്റ് ചെയ്ത് എക്സസൈസിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാം. ബട്ട് മടി പിടിക്കാതെ എക്സസൈസിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഒരു ആക്ടിവിറ്റിയെ മാറ്റാനായിട്ട് ഫസ്റ്റ് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി തന്നെ ചൂസ് ചെയ്യുക ആൻഡ് കൺസിഡർ ദാറ്റ് ആസ് എ ഫൺ ആക്ടിവിറ്റി. നമ്പർ 2, പെയർ ദ ഫിറ്റ്നസ് ആക്ടിവിറ്റി വിത്ത് അനദർ ആക്ടിവിറ്റി യു ലൈക്ക്. എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഡിറ്റർമിൻഡ് ആയിട്ട് ചെയ്തു തുടങ്ങിയാലും ചിലർക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സസൈസിന് ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യാനും തോന്നും. അതുപോലെ തന്നെ ചിലർക്ക് എന്തൊക്കെ പറഞ്ഞാലും എക്സസൈസിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നൊക്കെ തോന്നും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെയർ ദ ഫിറ്റ്നസ് ആക്ടിവിറ്റി വിത്ത് അനദർ ആക്ടിവിറ്റി യു ലൈക്ക്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഡിയോ ബുക്ക്, പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബുക്ക് ഓർ പോഡ്കാസ്റ്റ് എക്സസൈസ് ടൈമിൽ മാത്രമേ കേൾക്കുള്ളൂ എന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യും. ഓൾസോ ഇഷ്ടമുള്ള മറ്റൊരു ആക്ടിവിറ്റിയോടെ പെയർ ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യാനുള്ള മടുപ്പ് നമുക്കങ്ങ് കുറയും. നമ്പർ 3, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. എക്സസൈസിന് ഒരു ഓവർവെൽമിംഗ് ആക്ടിവിറ്റിയായി തോന്നാതിരിക്കാനും ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്കും എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഓൾവേസ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. ഏതെങ്കിലും ചാലഞ്ചസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോഴും ഓർ ഏതെങ്കിലും ഫിറ്റ്നസ് റിലേറ്റഡ് ട്രെയിനിങ് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്ത് ഒരു റിയലിസ്റ്റിക് ഗോൾ തന്നെ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, തീരെ നടക്കാത്ത ഒരാൾ നെക്സ്റ്റ് മന്ത് മാരത്തോൺ ഓടാൻ പോവാണ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക്, റൈറ്റ്? അങ്ങനെ വരുമ്പോഴാണ് എക്സസൈസ് ഓവർവെൽമിംഗ് ആയി തോന്നുന്നതും ഒരുപാട് നാൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പാതി വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതുമല്ല. ഏത് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് ലെവല്, നമ്മുടെ ഇപ്പോഴത്തെ ടൈം അവൈലബിലിറ്റി, ഫാമിലി ആൻഡ് ജോബ് കമ്മിറ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യാം. മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്ത് ഡെസിഷൻസ് എടുക്കരുത്. ഇൻ കേസ് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ബിഗിനർ ലെവലിലെ ആക്ടിവിറ്റീസ് തന്നെ ചൂസ് ചെയ്യാം. സോ ബോഡിക്ക് അതുമായിട്ട് വേഗം അഡ്ജസ്റ്റ് ആയിട്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഫാമിലി ആൻഡ് ജോബ് കമ്മിറ്റ്മെന്റ്സിനനുസരിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. നമ്പർ 4, കമ്മിറ്റ് ടു എ പ്ലാൻ. ഫസ്റ്റ് പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിറ്റ്നസ് ആക്ടിവിറ്റി ഒക്കെ ചൂസ് ചെയ്തു അത് ചെയ്ത് തുടങ്ങിയെങ്കിൽ എക്സസൈസിനെ കുറച്ചുകൂടി സീരിയസ് ആക്കാനായിട്ടും കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ടും ചെയ്യാനുള്ള അടുത്ത കാര്യമാണ് കമ്മിറ്റ് ടു എ പ്ലാൻ. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം നമുക്ക്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൈം ടേബിൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ടീച്ചേഴ്സ് അവർ ഫ്രീ ആകുമ്പോൾ ഓരോ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നു, അവർക്ക് മടുക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ എന്തൊക്കെ സബ്ജക്ട്സിന്റെ ടീച്ചേഴ്സ് വരും എന്നറിയില്ല. സോ അതിന്റെ ബുക്സ് എടുക്കണോ, ഹോംവർക്ക് ചെയ്യണോ എന്നൊന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെയാണ് പ്ലാൻസ് ഒന്നും ഇല്ലാതെ അപ്പപ്പോ തോന്നുന്ന എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ബോറടിക്കും, ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഇത് നല്ലതാണ്. പക്ഷേ കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റ് വരാനും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഇട്ട് കമ്മിറ്റ് ടു ദാറ്റ്. പല വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സിന്റെ ഒക്കെ സഹായത്തോടെ ഇത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, 5K ട്രെയിനിങ് പ്ലാൻ, 10K ട്രെയിനിങ് പ്ലാൻ. ഇൻ കേസ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് റേസ് ഇവന്റ്സ് ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഡേ റേസ് ഡേ ആക്കി വിചാരിച്ച് അത് കൊടുത്ത് പ്ലാൻസ് എടുക്കുക. ദെൻ ഫോളോ ദാറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോർമലായി ചെയ്തുകൊണ്ടിരിക്കുന്ന റണ്ണ് പലതരം ട്രെയിനിങ് പാറ്റേൺസ് ഒക്കെ ഫോളോ ചെയ്യുന്ന റണ്ണാക്കി മാറ്റുമ്പോഴും എക്സസൈസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ബോഡിയിൽ ആ ഒരു ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മോട്ടിവേഷനും കൂടും. നമ്പർ 5, ക്രിയേറ്റ് എ റൂട്ടീൻ. നമുക്കൊരു കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം.
രാവിലെ അലാറം അടിക്കുമ്പോൾ എണ്ണിക്കുന്നു, എന്നിട്ട് ബാത്റൂമിൽ പോകുന്നു, ബ്രഷ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു, എന്നിട്ട് ഓക്കെ ബ്രഷ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം കയ്യിൽ ആദ്യം പേസ്റ്റ് എടുക്കണോ ബ്രഷ് എടുക്കണോ എന്ന് ആലോചിക്കുന്നു. പേസ്റ്റ് ബ്രഷിൽ വെച്ചതിന് ശേഷം ബ്രഷ് നനയ്ക്കണോ, ബ്രഷ് നനച്ചതിന് ശേഷം പേസ്റ്റ് വെക്കണോ, ഫസ്റ്റ് ഫ്രണ്ടിലെ പല്ല് തേക്കണോ ബാക്കിലെ പല്ല് തേക്കണോ, എത്ര പ്രാവശ്യം തുപ്പണം, എത്ര നേരം കഴിഞ്ഞ് വാ കഴുകണം, വൃത്തിയായോ എന്ന് എപ്പോൾ മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ബ്രഷ് ചെയ്യുക എന്നൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഇൻ കേസ് എല്ലാ ദിവസവും ബ്രെയിനോട് ചോദിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഡോണ്ട് വറി, ഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അല്ലേ? കാരണം ഇതെല്ലാം നമ്മൾ മസിൽ മെമ്മറി ആയി എന്ന് പറയുന്ന പോലെ ഒന്നും ആലോചിക്കാതെ എല്ലാ ദിവസവും മൈൻഡ്ലെസ് ആയി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയി. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് ഡെയിലി ചെയ്യുന്നത്. അതൊക്കെ റൂട്ടീൻസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ എക്സസൈസിനെയും നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് ചെയ്യുന്ന ആക്ടിവിറ്റിയെ പോലെ എക്സസൈസിനെ കൊണ്ടുവരാനായിട്ട് കുറച്ച് ടൈം എക്സ്ട്രാ എടുക്കുമെങ്കിലും ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എക്സസൈസിനെയും ഡെയിലി റൂട്ടീനിൽ ഒരു ആക്ടിവിറ്റിയായി മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അതിന് ഫസ്റ്റ് ഒരു ഹാബിറ്റ് ക്യൂ ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ഹാബിറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് ശേഷം എക്സസൈസ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് വന്നതും എക്സസൈസ് ചെയ്യുക, ഓർ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതും വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്താൽ പതുക്കെ പതുക്കെ എക്സസൈസ് ഒരു ഡെയിലി റൂട്ടീൻ ആകും. കൂടുതൽ ആലോചിക്കാതെയും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറും. നമ്പർ 6, ഫൈൻഡ് എ ഫിറ്റ്നസ് പാർട്ട്ണർ. മടി പിടിച്ച് എക്സസൈസ് ചെയ്യുന്നത് മാറ്റി വെക്കാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുക എന്നത്. എക്സസൈസ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം മടി വന്നാൽ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലത്തെ പല എക്സ്ക്യൂസസിൽ ഏതെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ആ എക്സസൈസ് അങ്ങ് ഒഴിവാക്കും. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കൂടെ എക്സസൈസ് ചെയ്യാനായിട്ട് മറ്റൊരാൾ കൂടി വരുന്നു എന്നുള്ളപ്പോൾ ഈ എക്സ്ക്യൂസസ് പറയുന്നത് കുറയും. അതൊരു തരം അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. സോ ഒന്നോ അതിലധികമോ ബഡീസിനെ കൂട്ടിയിട്ടും എക്സസൈസ് പ്ലാൻ ചെയ്ത് അതിൽ കമ്മിറ്റഡ് ആകാനായിട്ട് പറ്റും. നമ്പർ 7, പുട്ട് ഓൺ വർക്ക്ഔട്ട് ക്ലോത്ത്സ്. നമ്മുടെ ലൈഫ് ബിസി ആകുമ്പോൾ മറ്റു പല കാര്യങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ വന്നിട്ട് എക്സസൈസ് അതിന്റെ ഇടയിൽ പെട്ട് പോകാറുണ്ട്. സോ സാരമില്ല, വർക്കൗട്ട് അല്ലേ, ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, നാളെ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. അതുമാത്രമല്ല, എക്സസൈസ് നമ്മുടെ റൂട്ടീനിൽ വന്നിട്ടില്ലെങ്കിൽ അത് ചെയ്തു തുടങ്ങാനായിട്ട് കൂടുതൽ എഫേർട്സ് ഇടേണ്ടതായി വരുന്നു. സോ ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്ന് മാറ്റാനായിട്ടും വർക്കൗട്ട് ലോ പ്രയോറിറ്റി ആയി കണ്ട് ഒഴിവാക്കാതിരിക്കാനായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട് ക്ലോത്ത്സ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എടുത്തു വെക്കുക. അതുപോലെ രാവിലെയാണ് എക്സസൈസ് ചെയ്യാൻ പ്ലാൻ ഇടുന്നതെങ്കിലും എണ്ണീറ്റതും തന്നെ ഡ്രസ്സ് മാറ്റി വർക്കൗട്ട് ക്ലോത്ത്സ് ഇടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തുടക്കത്തിലെ മെന്റൽ ഫ്രിക്ഷൻ മാറ്റി റെഡി ആയില്ലേ, വേഗം എക്സസൈസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു പോകും. നമ്പർ 8, ഫോളോ ദ 2-day റൂൾ. ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഫിറ്റ്നസ് റൂട്ടീന് കറക്റ്റായി ഫോളോ ചെയ്യാനും എല്ലാം ഒരു 2-day റൂൾ ഫോളോ ചെയ്യാനായിട്ട് സാധാരണ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ 2-day റൂൾ എന്താണെന്നാൽ ഏതൊരു പ്ലാൻഡ് ആക്ടിവിറ്റിയും ഒരിക്കലും 2 ദിവസം അടുപ്പിച്ച് സ്കിപ്പ് ചെയ്യരുത്. ഇനി ആ 2 ദിവസത്തിൽ കൂടുതൽ സ്കിപ്പ് ആയാലും തിരിച്ചു ബാക്ക് ടു ട്രാക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇത് എക്സസൈസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇൻ കേസ് ഏതെങ്കിലും ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അപ്ലിക്കബിൾ ആണ്. സോ ഏതെങ്കിലും ഒരു കാരണവശാലും ഒരു ദിവസം എക്സസൈസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നാൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ബ്രേക്ക് വരാതിരിക്കാൻ അടുത്ത ദിവസം ചെറുതായിട്ടാണെങ്കിലും ആ ആക്ടിവിറ്റി ചെയ്യുക. 2 ദിവസത്തിൽ കൂടുതൽ സ്കിപ്പ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. ഇൻ കേസ് ഏതെങ്കിലും സിക്നസ്, മറ്റു എമർജൻസീസും അങ്ങനെയുള്ളപ്പോൾ മാത്രം സ്കിപ്പ് ചെയ്യുക. അല്ലാത്തപ്പോഴൊക്കെ ഫോളോ ദ 2-day റൂൾ. നമ്പർ 9, ഹാവ് എ പ്ലാൻ ബി ഫോർ വെദർ ചേഞ്ച്. നമ്മൾ എത്രയൊക്കെ ഡിറ്റർമിൻഡ് ആയിട്ട് പ്ലാൻസ് ഒക്കെ പ്രോപ്പറായി ഫോളോ ചെയ്ത് വന്നാലും ഒരിക്കലും കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. സോ വാക്കിംഗ്, റണ്ണിങ്, ഹൈക്കിംഗ്, സൈക്ലിംഗ് എന്നൊക്കെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ വെദർ ചേഞ്ചിനനുസരിച്ച് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു പ്ലാൻ ബി മനസ്സിൽ കാണുക. നല്ല മഴ, നല്ല തണുപ്പ്, നല്ല ചൂട് ഇതൊക്കെ ഓരോ സീസണിലും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അത് എക്സ്ക്യൂസ് ആയി വിചാരിച്ച് എക്സസൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു ട്രാക്കിൽ വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സോ ആ ഫ്രിക്ഷൻ ഒഴിവാക്കി എക്സസൈസ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു പ്ലാൻ ബി കൂടി പ്ലാൻ ചെയ്ത് വെക്കുക. വെദർ മോശമായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ജിമ്മിലോ വീട്ടിൽ വെച്ചിട്ടോ ഒക്കെ ഇൻഡോർ എക്സസൈസ് ലൈക്ക് യോഗ ഓർ സ്ട്രെങ്ത് എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. നമ്പർ 10, ഗിവ് എ റിവാർഡ് ടു യുവർ സെൽഫ് ആഫ്റ്റർ ഈച്ച് വർക്ക്ഔട്ട്. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ആവുന്ന ഹാപ്പി ഹോർമോൺസിന് പുറമെ ഒരു എൻകറേജ്മെന്റിനായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. അത് സിമ്പിളായിട്ട് കണ്ണാടി നോക്കിയിട്ട് യു ഡിഡ് ഇറ്റ്, ഗുഡ് ജോബ് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാവാം, ഓർ കുറച്ചു നേരം മൈൻഡ്ഫുൾ ആയിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതാവാം, ഓർ ഹാബിറ്റ് ഓർ എക്സസൈസ് ട്രാക്കറിലൊക്കെ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്യുന്നതാവാം, ഓർ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേസ് വർക്ക്ഔട്ട് എന്ന് ജേർണൽ ചെയ്യുന്നതാവാം.
ഓർ നല്ലൊരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുന്നതാവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ റിവാർഡ് കൊടുക്കുക. ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് റിവാർഡ് കിട്ടുന്നത് സന്തോഷം വരുന്നതിനോടൊപ്പം അടുത്ത ദിവസം ആ ആക്ടിവിറ്റി വീണ്ടും ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ നൽകും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള 10 ways to stop procrastination to do exercise. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.